ഇപ്പം ഞാൻ തമിഴ്നാട് ഇലക്ഷനെ കുറിച്ച് ആളുകളെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാൻ അതിനകത്ത് കണ്ട ഒരു കാര്യം, ഒരു പ്ലസ് പോയിന്റ്, ഓഫ്കോഴ്സ് MGRന്റെ ആ ലെവലിലുള്ള ഈ പാർട്ട് ഓഫ് പൊളിറ്റിക്സ് ആണ് തമിഴ്നാട്ടിൽ ഇരിക്കുന്നത്. അതിനിപ്പം ബേസിക്കലി പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ ഒരു സിനിമാ താരത്തിന് ഭരണാധികാരിയായി തീരാൻ കഴിയുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതെന്ത് ജനാധിപത്യം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും അവിടെ വോട്ട് കുറച്ചുകൂടെ അവർ സത്യസന്ധരാണ്. അവർ പൈസ കൊടുക്കും വോട്ട് ചെയ്യുന്നവർക്ക്, പൈസ കൊടുക്കും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷം പറഞ്ഞാൽ പൈസ കൊടുത്ത സ്ഥാനാർത്ഥിയെ പിടിച്ചു എന്നൊന്നും പറഞ്ഞൊന്നും വരാറില്ല. ഇപ്പോൾ പൈസ കൊടുക്കുന്ന കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ പൈസ കൊടുക്കുന്നത്. ആദ്യം ഇപ്പോൾ ഒരു വോട്ടിന് ഇത്ര രൂപ എന്ന് എല്ലാവർക്കും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം ഒരു അഡ്വാൻസ് തുക കൊടുക്കും. അഡ്വാൻസ് തുക കൊടുത്തിട്ട് ആ ദിവസം അവിടെ വന്നിന്ന് വോട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ ഏജന്റ്, ബൂത്ത് ഏജന്റ് കൊടുക്കുന്ന എന്താണ് വാലിഡിറ്റി സർട്ടിഫിക്കറ്റ്, കൺഫർമേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കൊടുക്കുക. പിന്നെ രാഷ്ട്രീയക്കാരെ അങ്ങനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം മൊത്തത്തിൽ നല്ല, ഞാൻ ആലോചിച്ചപ്പം ഓക്കെ, ഇതിപ്പോൾ ആര് ചെയ്താലും അവൻ്റെ ഒരു ദിവസം പണിയാണ് പോകുന്നത്. അവന് ഇവിടെ വന്നു നിന്ന് ഇവനെ വോട്ട് ചെയ്യുകയാണ്, ഇവൻ തന്നെ മേളിലോട്ട് കയറ്റാനായിട്ട് അവൻ വോട്ട് ചെയ്യണം, ഒരു സഹായം ചെയ്യുകയാണ്. അതൊരു പെയ്ഡ് ആവുന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്നതാണ് ഈ രാഷ്ട്രീയം, പ്രധാന പ്രശ്നങ്ങൾ, എക്സ്പ്രസ് ഹൈവേ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഈ മനുഷ്യരെല്ലാം വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഒരു ദിവസം പണി കളഞ്ഞു വരുന്നു, അവിടെ വന്ന് ക്യൂ നിൽക്കുന്നു, അത് ഈ ചൂടത്ത്, അപ്പോൾ അവർക്ക് പണം കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇത് തമിഴ്നാട്ടിലും കർണാടകത്തിലും വളരെ വളരെ വ്യാപകമായിട്ട് നടക്കുകയാണ്. ഇവിടെ DMK, ഞാൻ AIDMK BJPയും കൊടുത്തിട്ടുണ്ടാവും തമിഴ്നാട്ടിൽ, പക്ഷെ വിജയ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിന് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും വിജയ് പണം കൊടുക്കാതെ വോട്ട് വാങ്ങിക്കാമെന്ന് തമിഴ്നാട്ടിൽ തെളിയിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ ഉള്ള ഭ്രാന്തമായ ഒരു ആരാധന മൂത്താണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. വിജയുടെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. വിജയ് പറയുന്നതാണ്, കൊച്ചു കുട്ടികളെ പറയും, നിങ്ങളുടെ അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാം നിങ്ങൾ പൊക്കിയെടുത്ത് പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരാൻ പറയൂ എന്നൊക്കെ പറയുമ്പോൾ ആ പിള്ളേർ പറയും, ഇവർ പോകും. ആ ഒരു തലത്തിലേക്ക് ഇങ്ങനെ അങ്ങ് പോകും. ഇത് പണ്ട് MGR ന്യൂയോർക്കിൽ ആശുപത്രി കിടന്നുകൊണ്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയിരിക്കും ഇലക്ഷൻ ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് അർത്ഥം? MGR അത്ര കഴിവുള്ള ഭരണാധികാരിയാണോ? എന്താണ് ഇതൊക്കെ? ഒരു വൈകാരികമായ തലമാണ്. പണവും അങ്ങനെ തന്നെയാണ്. പണം ആളുകൾക്ക് കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാം, സ്വന്തമാക്കാം. അതും വൈകാരികമാണ്. മണി എന്ന് പറയുന്നത് ഇമോഷണൽ സാധനം തന്നെയാണ്.